ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശുവിൻ്റെ അത്ഭുതങ്ങൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാം സുവിശേഷം വായിക്കുമ്പോൾ ചില സമയങ്ങളിൽ യേശുവിനെ ആളുകൾ അത്ഭുതപ്പെടുത്തിയിരുന്നതായും കാണുന്നു. മാർക്കോസ് 6:5-6 വായിച്ചാൽ യേശുവിൻ്റെ ജന്മനാടായ നസ്രത്തിൽ നിന്നുള്ളവർ യേശുവിനെ അത്ഭുതപ്പെടുത്തിയിരുന്നതായി കാണാം. കേൾക്കൂ. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ യേശുവിന് കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് അവൻ ആശ്ചര്യപ്പെട്ടു. ലൂക്കോസ് 7:1-10 വരെ വായിച്ചാൽ കഫർനാമിലെ ഒരു ശതാധിപൻ യേശുവിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 7:9 ശ്രദ്ധിക്കൂ. യേശു അത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി തന്നെ അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. ഈ 2 സന്ദർഭങ്ങളിലാണ് യേശു അത്ഭുതപ്പെട്ടതായി സുവിശേഷത്തിൽ പറയുന്നത്. ഒന്ന് വിശ്വാസക്കുറവാണെങ്കിൽ അടുത്തത് വിശ്വാസത്തിൻ്റെ വളരെ വലിയ സാന്നിധ്യമാണ് യേശുവിനെ അത്ഭുതപ്പെടുത്തിയത്. നസ്രത്തിലെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ യഹൂദ സുപരിചിതരായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുമായിരുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ഈ മനോഭാവം യേശുവിനെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ശതാധിപനാകട്ടെ ഒരു വിജാതീയനായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിനയത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. ലൂക്ക 7:6-7 ഇങ്ങനെ പറയുന്നു. യേശു അവരോടുകൂടെ പോയി വീടിനോടടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട. നീ എൻ്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരും. ശതാധിപൻ്റെ വാക്കുകൾ യേശുവിനെ ആശ്ചര്യപ്പെടുത്തി. ഈ 2 സന്ദർഭങ്ങളിലും യേശു അത്ഭുതപ്പെട്ടത് വിശ്വാസത്തെ പ്രതിയാണ്. എബ്രായർ 11:6 പറയുന്നത് കേൾക്കൂ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം തന്നെ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം വാഴുന്നു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. മാർക്കോസ് 5 അധ്യായത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ വിശ്വാസത്താൽ സുഖപ്പെട്ടതായി യേശു പറയുന്നു. ലൂക്കോസ് 17 അധ്യായത്തിൽ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ട് തിരിച്ചു വന്ന ഒരുവനോട് യേശു പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി എന്നാണ്. മത്തായി 9 അധ്യായത്തിൽ 2 അന്ധന്മാർ യേശുവിനെ സമീപിച്ച് കരുണ ചോദിച്ചപ്പോൾ യേശു അവരോട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്നാണ്. ഉടനെ തന്നെ അവരുടെ കണ്ണു തുറന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നതിൽ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. കുഞ്ഞുനാളിലെ യേശുവിനെക്കുറിച്ച് കേട്ട് വളർന്നവരുടെ വിശ്വാസം പലപ്പോഴും നസ്രത്തിലെ ജനങ്ങളുടേതുപോലെയാണ്. എന്നാൽ വിജാതീയരായവർ പലരും യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവരുടെ വിശ്വാസം യേശുവിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാകാം. സഹോദരങ്ങളെ, വിശ്വാസത്താൽ യേശുവിനെ ആശ്ചര്യപ്പെടുത്തുവാൻ ഏവർക്കും ഇടവരട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.